February 3rd മുതൽ 5th വരെ അതായത് ഇന്ന് മുതൽ ഇനി അങ്ങോട്ട് 2 ദിവസത്തേക്ക് ഫ്ലിപ്കാർട്ട് ബിഗ് ബജറ്റ് ധമാൽ നടക്കുകയാണ്. അപ് ടു 80% ഓഫിൽ നമുക്ക് സാധനങ്ങൾ വാങ്ങിക്കാനാണ് ഇവരിവിടെ മെൻഷൻ ചെയ്യുന്നത്. എന്നാൽ നിങ്ങൾ ഇയർബഡുകളുടെ ഒരു സെഷനിലേക്ക് പോവുകയാണെങ്കിൽ ഒരെണ്ണത്തിന് ഒരു ഓഫറും ഇല്ലെന്ന് തന്നെ എനിക്ക് പറയാൻ പറ്റും ആദ്യം തന്നെ. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ പല പ്രോഡക്റ്റുകൾക്ക് നോർമൽ റേറ്റ് എന്താണോ ആ റേറ്റ് തന്നെയാണ് ഇപ്പോഴും. പക്ഷേ കഴിഞ്ഞ ഒരു നമ്മുടെ ബിഗ് സേവിംഗ് ഡേയ്സ് ഉണ്ടായിരുന്നല്ലോ, കഴിഞ്ഞ ഓഫർ വെച്ച് കമ്പയർ ചെയ്യുമ്പോഴത്തേക്ക് ഒരു 100 രൂപ 200 രൂപ കൂടിയിട്ടുണ്ട്. അങ്ങനെയൊക്കെ വെച്ച് നോക്കുമ്പോഴത്തേക്ക് ഉറപ്പായിട്ടും ഈ ഒരു ബിഗ് ബജറ്റ് ധമാൽ ഇയർബഡുകൾ വാങ്ങിക്കാൻ ഉദ്ദേശിച്ച് വെയിറ്റ് ചെയ്ത ആൾക്കാർക്ക് ഒരു ഉപയോഗം ഇല്ലെന്ന് എനിക്ക് പറയാൻ പറ്റുള്ളൂ. ആളുകളെ പറ്റിക്കുന്ന രീതിക്കുള്ള ഒരു സംഭവമായി മാറിയിട്ടുണ്ട്. എന്നാലും വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുന്നേ മറ്റൊരു കാര്യം പറയാനുള്ളത്, നമ്മുടെ ഇൻസ്റ്റയിലുള്ള ഡീപ് സ്റ്റോറിൽ വാച്ച് സ്ട്രാപ്പുകൾക്ക് പുറമെ ഇയർബഡുകളുടെ കേസസ് അവൈലബിൾ ആയിട്ടുണ്ട്. സോ നിങ്ങളുടെ കയ്യിൽ ഒരു ഇയർബഡ് ഉണ്ട് അല്ലെങ്കിൽ ഒരെണ്ണം വാങ്ങിക്കാൻ പോവുകയാണ്, അപ്പോൾ അതിനൊരു എക്സ്ട്രാ പ്രൊട്ടക്ഷൻ കൊടുക്കാനായിട്ട് ഒരു കേസ് വേണമെന്നുണ്ടെങ്കിൽ മറ്റുള്ള ഏതൊരു ഇ കൊമേഴ്സ് വെബ്സൈറ്റ് കിട്ടുന്നതിനേക്കാളും വളരെ വില കുറച്ചിട്ട് നിങ്ങൾക്ക് അവിടെ നിന്ന് കിട്ടുന്നതാണ്. സോ നിങ്ങളുടെ കയ്യിലുള്ള ഇയർബഡിന് ആ ഒരു കേസ് അവൈലബിൾ ആണോ അല്ലെങ്കിൽ എത്ര രൂപയാണെന്നൊക്കെ ജസ്റ്റ് ഒന്ന് ഡീപ് സ്റ്റോറിൽ പോയിട്ടൊന്ന് ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ മനസ്സിലാകുന്നതാണ്. അപ്പോൾ ആദ്യം നമുക്ക് ബോട്ടിലേക്ക് വരുവാണെങ്കിൽ എയർഡോപ്സ് 131 ഹാഫ് ഇൻ ഇയർ TWS ആണ്. 1299 രൂപ നോർമൽ റേറ്റ്. കഴിഞ്ഞ ബിഗ് സേവിംഗ് ഡേയ്സിൽ നമുക്ക് 999 രൂപയ്ക്ക് വന്നിട്ടുണ്ടായിരുന്നെങ്കിൽ ഇപ്പോൾ നമുക്കത് 1299 രൂപയ്ക്ക് കാണാം. ഇതിൻ്റെ ഏറ്റവും വലിയൊരു സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്നലെ വരെ, അതായത് ബിഗ് ബജറ്റ് ധമാൽ തുടങ്ങുന്നതിന് തൊട്ട് തലേ ദിവസം വരെ ഇതിൻ്റെ വില എന്ന് പറയുന്നത് 999 ആയിരുന്നു. അപ്പോൾ അങ്ങനെ വെച്ച് നോക്കുമ്പോഴത്തേക്ക് ബിഗ് ബജറ്റ് ധമാലിൽ കാശ് കൂടിയെന്നേ പറയാൻ പറ്റുള്ളൂ. കൂടാതെ എയർഡോപ്സ് 100 1399 പ്രോഡക്റ്റ് ആ ഒരു റേറ്റ് തന്നെയാണ്, വേറെ വ്യത്യാസമേ ഇല്ല. കൂടാതെ എയർഡോപ്സ് 402 1999 പ്രോഡക്റ്റ് 1499 രൂപയ്ക്കും, എയർഡോപ്സ് 38 1999 പ്രോഡക്റ്റ് 1799 ലഭ്യമാകുന്നു. കഴിഞ്ഞ ബിഗ് സേവിംഗ് ഡേയ്സിൽ നമുക്ക് അതിന്റെ വില 1899 ആയിരുന്നേ. കൂടാതെ എയർഡോപ്സ് 411 ANC അവരുടെ ഏക ഒരു 2000 രൂപയ്ക്കുള്ളിൽ അല്ലെങ്കിൽ 2500 രൂപയ്ക്ക് വാങ്ങിക്കാൻ പറ്റുന്ന രീതിക്കുള്ളൊരു ANC പ്രോഡക്റ്റ് ആണ്. 2499 രൂപയ്ക്കാണെങ്കിലും പലപ്പോഴും 1999 അല്ലെങ്കിൽ 1799 കാണുന്നുണ്ട്. പക്ഷേ ഇപ്പോൾ അതിൻ്റെ റേറ്റ് നോർമൽ റേറ്റ് 2499 രൂപയാണ്. കൂടാതെ എയർഡോപ്സ് 131 Pro 1499 രൂപ നോർമൽ റേറ്റ്. എന്നാൽ ഇപ്പോൾ അത് 1299 രൂപയ്ക്ക് കാണാൻ പറ്റുന്നു. കഴിഞ്ഞ ബിഗ് സേവിംഗ് ഡേയ്സിൽ തന്നെ 1199 രൂപ ഉണ്ടായിരുന്നുള്ളൂ. കൂടാതെ എയർഡോപ്സ് 161 1399 പ്രോഡക്റ്റ് നമുക്കിപ്പോൾ 1399 ആ ഒരു റേറ്റിന് തന്നെയാണ് കാണാൻ പറ്റുന്നത്. കൂടാതെ എയർഡോപ്സ് 191G 1699 പ്രോഡക്റ്റ് 1599 രൂപയ്ക്ക് ലഭ്യമാകുന്നു. ജസ്റ്റ് ഒരു 100 രൂപ മാത്രമേ കുറഞ്ഞിട്ടുള്ളൂ. എന്നാൽ പോലും കഴിഞ്ഞ ബിഗ് സേവിംഗ് ഡേയ്സിൽ അതിന് 1498 രൂപയുള്ളായിരുന്നു, അതായത് 1500 രൂപ ഉള്ളായിരുന്നു. അപ്പോൾ അങ്ങനെ വെച്ച് നോക്കുമ്പോഴത്തേക്ക് ഉറപ്പായിട്ട് 100 രൂപ എക്സ്ട്രാ കൂടിയെന്നേ പറയാൻ പറ്റുള്ളൂ. കൂടാതെ എയർഡോപ്സ് 115 1299 പ്രോഡക്റ്റ് ആ ഒരു റേറ്റ് തന്നെയാണ്. കൂടാതെ എയർഡോപ്സ് 172 റേറ്റിംഗ് വളരെ മോശമാണ്, എന്നാൽ പോലും 3.8 ഉണ്ട്, കുഴപ്പമില്ല. 1599 പ്രോഡക്റ്റ് ആ ഒരു സെയിം റേറ്റിന് തന്നെയാണ്. 3.8 ഉണ്ടെന്ന് പറയുന്നെങ്കിലോ അതിൽ സത്യം പറഞ്ഞാൽ വളരെ കുറഞ്ഞ റേറ്റിംഗ് ആയിരുന്നു. എനിക്ക് തോന്നുന്നു അവരുടെ ആൾക്കാർ തന്നെ റേറ്റ് ചെയ്തിട്ടാണ് ആ 3.8ലേക്ക് കൊണ്ടുവന്നത്. സോ അത് വാങ്ങിക്കാതിരിക്കുന്നതാണ് കുറച്ച് ബെറ്റർ എന്ന് എനിക്ക് തോന്നുന്നു. കൂടാതെ ആറ്റം 83 ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് നമ്മുടെ ചാനലിൽ അൺബോക്സ് ചെയ്ത ബോട്ടിൻ്റെ ഒരു പ്രോഡക്റ്റ് എന്ന് പറയാം. 1499 നോർമൽ റേറ്റ്, എന്നാൽ ഇപ്പോഴും ആ ഒരു റേറ്റ് തന്നെയാണ്. അപ്പോൾ ഈ ഒരു ബോട്ടിൽ നോക്കുവാണെങ്കിൽ സത്യം പറഞ്ഞാൽ ഒരെണ്ണത്തിനും ഭയങ്കര വലിയ രീതിക്ക് നമുക്ക് വില കുറഞ്ഞിട്ടില്ല എന്ന് തന്നെ പറയാൻ പറ്റും കേട്ടോ. ഇനി റിയൽമിയിലേക്ക് വരുവാണെങ്കിൽ ഇതേ അവസ്ഥ തന്നെയാണ്, ഒരെണ്ണത്തിന് പോലും കുറഞ്ഞിട്ടില്ല. റിയൽമി ബഡ്സ് Q2 നിയോ എന്ന് പറയുമ്പോഴത്തേക്ക് 1399 പ്രോഡക്റ്റ് ഇപ്പോൾ 1599 മാറിയിട്ടുണ്ട്. ബഡ്സ് Q2 1999 പ്രോഡക്റ്റ് 2499 മാറിയിട്ടുണ്ട്. കൂടാതെ ബഡ്സ് എയർ 2 3299 പ്രോഡക്റ്റ് ആ ഒരു സെയിം റേറ്റ് ആണ്. ബഡ്സ് എയർ 3 3999 പ്രോഡക്റ്റ് ആ സെയിം റേറ്റ് ആണ്. ബഡ്സ് Q2S 1999 സെയിം റേറ്റ് ആണ്. ബഡ്സ് എയർ 3 നിയോ 1999 കഴിഞ്ഞ പ്രാവശ്യം 1799 വന്നിട്ടുണ്ടെങ്കിൽ പോലും ഇപ്പോൾ അത് 1999 തന്നെ മാറിയിട്ടുണ്ട്. ചില സമയങ്ങളിൽ 2000 സംതിങ്ങിനാണ് ഈ ഒരു ബഡ്സ് എയർ 3 നിയോ കാണാൻ പറ്റുന്നത്. കൂടാതെ ബഡ്സ് എയർ 3S 2299 പ്രോഡക്റ്റ് വില കൂടിയിട്ടുണ്ട്, 2499 മാറിയിട്ടുണ്ട്. റിയൽമിയിലേക്ക് വരുവാണെങ്കിൽ സത്യം പറഞ്ഞാൽ നമുക്ക് ഈ ഒരു ബിഗ് ബജറ്റ് ധമാൽ എന്ന് പറയുന്നത് കാശ് കൂട്ടാനാണോ എന്ന് ചെറിയൊരു സംശയം ഉണ്ടാകും. കൂടാതെ റിയൽമി ടെക് ലൈഫ് ബഡ്സ് T100 സത്യം പറഞ്ഞാൽ ഞാൻ ഈ ഒരു പ്രോഡക്റ്റിന് വില കുറച്ചുകൂടി കൂടാൻ ചാൻസ് ഉണ്ടെന്നാണ് വിചാരിച്ചത്, പക്ഷേ കൂടിയിട്ടില്ല. 1499 രൂപയാണ് ഇപ്പോഴും നമുക്ക് കാണാൻ പറ്റുക. 1691 ആയിരുന്നു കുറച്ച് നാളത്തേക്ക് ആ ഒരു പ്രോഡക്റ്റിൻ്റെ വില. പക്ഷേ ഇപ്പോൾ കഴിഞ്ഞ ബിഗ് സേവിംഗ് ഡേയ്സോട് കൂടിയിട്ട് 1499 വന്നത് ആ റേറ്റിന് തന്നെയാണ്. ഞാൻ പിന്നെ എപ്പോഴും പറയാനുള്ളത് റിയൽമി ടെക് ലൈഫ് ബഡ്സ് T100 എന്ന് അവരുടെ ഒഫീഷ്യൽ വെബ്സൈറ്റിലുണ്ട്, അതുപോലെ തന്നെ ആമസോണിലും ഉണ്ട്. സോ അവിടെയൊക്കെ ഒന്ന് ആമസോണിലൊക്കെ എപ്പോഴും 1499 തന്നെയാണ്. അപ്പോൾ അങ്ങനെയൊക്കെ വെച്ച് നോക്കുമ്പോഴത്തേക്ക് ഫ്ലിപ്കാർട്ടിൽ നിന്ന് വാങ്ങിക്കുന്നതിന് മുന്നേ നിങ്ങൾ അവിടെ കൂടെയൊക്കെ ഒന്ന് പോയി നോക്കിയതിന് ശേഷം മാത്രം കൺഫേം ചെയ്യുക. ഇനി ഡിസോയിലേക്ക് വരുവാണെങ്കിൽ ഡിസോയുടെ കാര്യം ഒന്നും തന്നെ ഒരു പിടിയില്ല കേട്ടോ. കാരണം വെച്ച് കഴിഞ്ഞാൽ ഒരു പ്രോഡക്റ്റിനും ഒരു റേറ്റ് കുറവുമില്ല.
പണ്ടത്തെ അതേപോലത്തെ റേറ്റൊക്കെ തന്നെയാണ്. സോ അത് ഞാൻ അങ്ങോട്ട് പറയുന്നില്ല കേട്ടോ, കാരണം ഓൾറെഡി നമ്മൾ മറ്റുള്ള വീഡിയോകൾ കണ്ടു കഴിഞ്ഞാൽ അതേപോലെ തന്നെയാണ്, ഒരു വ്യത്യാസവും. ബോൾട്ട് ഓഡിയോയിലേക്ക് വരണമെങ്കിൽ എയർ ബേസ് Y1 1199 പ്രോഡക്റ്റ് 1399 ആയിട്ടുണ്ട്. കൂടാതെ ഗിയർ പോർട്സ് 1099 പ്രോഡക്റ്റ് 1199 ആയിട്ടുണ്ട്. എക്സ്പോർട്സ് 999 പ്രോഡക്റ്റ് 1099 ആയിട്ടുണ്ട്. എക്സ്പോർട്സ് പ്രോ 1299 പ്രോഡക്റ്റ് ആ സെയിം റേറ്റ് ആയിട്ടുണ്ട്. മാവറിക് 1799 പ്രോഡക്റ്റ് കഴിഞ്ഞ പ്രാവശ്യത്തെ പോലെ തന്നെ 1699. ഒമേഗ 1999 പ്രോഡക്റ്റ് കഴിഞ്ഞ പ്രാവശ്യം നമുക്ക് 1798 കിട്ടിയെങ്കിൽ പോലും 1999 ഇപ്പോഴും നമുക്കത് കിട്ടുക. കൂടാതെ Z35 1299 പ്രോഡക്റ്റ് ആ സെയിം റേറ്റ് ആണ്. X50 1499 പ്രോഡക്റ്റ് കഴിഞ്ഞ പ്രാവശ്യം 1199 എത്തിയെങ്കിൽ ഇപ്പോൾ അത് 1499 രൂപയ്ക്കാണ് ലഭ്യമാകുക. അങ്ങനെയൊക്കെ വെച്ച് നോക്കുമ്പോഴത്തേക്ക് ഉറപ്പായിട്ട് നമുക്ക് ഇവിടെയും വലിയ ഒരു ലാഭമില്ല, പൈസ കൂടിയിട്ടേ ഉള്ളൂ. ഇനി മിവിയിലേക്ക് വരുവാണെങ്കിൽ ഡിയോപോർട്സ് F30 999 പ്രോഡക്റ്റ് 1099 രൂപയ്ക്കും, F40 999 പ്രോഡക്റ്റ് വീണ്ടും 1099 രൂപയ്ക്കും, F50 999 പ്രോഡക്റ്റ് 999 രൂപയ്ക്കും. F40യും F50 എന്ന് പറയുമ്പോഴത്തേക്ക് ഹാഫ് ഇന്നർ ആണ് കേട്ടോ. കൂടാതെ F60 1099 പ്രോഡക്റ്റ് 1199 രൂപയ്ക്കും, F70 1199 പ്രോഡക്റ്റ് 1299 രൂപയ്ക്കും, M30 999 പ്രോഡക്റ്റ് 1099 രൂപയ്ക്കും, M20 1199 പ്രോഡക്റ്റ് 899 രൂപയ്ക്കും ലഭ്യമാകുന്നു. ഇവിടെ ആകെ കണ്ട ഒരു സാധനം വെച്ചാൽ M20 1199 എന്ന് കഴിഞ്ഞ ബിഗ് സേവിംഗ് ഡേയ്സിലും, എന്നാൽ ഇപ്പോൾ നമുക്ക് നോക്കുമ്പോഴത്തേക്ക് 899 രൂപയ്ക്ക്. അതിൽ മാത്രമാണ് ചെറിയൊരു ഓഫർ കണ്ടത്, ബാക്കി എല്ലാം തന്നെ നോർമൽ റേറ്റിനേക്കാളും കൂടിയിട്ടെന്ന് പറയാൻ പറ്റുള്ളൂ. കൂടാതെ നോയ്സിലേക്ക് വരുവാണെങ്കിൽ എയർബഡ്സ് മിനി 999 പ്രോഡക്റ്റ് സെയിം റേറ്റ്. ബഡ്സ് VS102 1299 പ്രോഡക്റ്റ് കഴിഞ്ഞ പ്രാവശ്യം 899 ആയിരുന്നെങ്കിൽ ഇപ്പോൾ ഒരു 100 രൂപ കൂടിയിട്ട് 999 മാറിയിട്ടുണ്ട്. കൂടാതെ ബഡ്സ് VS202 ഹാഫ് ഇന്നർ TWS 1499 പ്രോഡക്റ്റ് ആ സെയിം റേറ്റ് 1499 ലഭ്യമാകുന്നു. കഴിഞ്ഞ പ്രാവശ്യം ഇതിന് 1099 രൂപ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. കൂടാതെ ബഡ്സ് VS102 പ്ലസ് 1599 പ്രോഡക്റ്റ് 1299. ബീഡ്സ് ഒരു ബഡ് ടൈപ്പ് പ്രോഡക്റ്റ് ആണ് 1199 പ്രോഡക്റ്റ് ആ സെയിം റേറ്റ് ആണ്. കൂടാതെ എയർബഡ്സ് 2 ഹാഫ് ഇന്നർ TWS ലേറ്റസ്റ്റ് ആയിട്ടുള്ളത് 1899 പ്രോഡക്റ്റ് ഇപ്പോൾ അത് നമുക്ക് 1699 ലഭ്യമാകുന്നു. കഴിഞ്ഞ പ്രാവശ്യം അത് 1799 ആയിരുന്നു. ഇനി ബഡ്സ് കോമ്പാക്ട് എന്ന് പറയുമ്പോഴത്തേക്ക് ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള പ്രോഡക്റ്റ് ആണ്, നമ്മുടെ ചാനൽ അൺബോക്സ് ചെയ്ത പ്രോഡക്റ്റുമാണ്. 1299 പ്രോഡക്റ്റ് 1799 നോർമൽ റേറ്റിലേക്ക് മാറി. ഈ 1299 എന്ന് പറയുമ്പോഴത്തേക്ക് സ്പെഷ്യൽ ലോഞ്ച് ഓഫർ ആയിരുന്നു. ഇപ്പോഴും ആ റേറ്റ് അത് തന്നെയാണ് 1799. കൂടാതെ ബഡ്സ് 102 പ്രോ നമ്മുടെ ചാനൽ അൺബോക്സിംഗ് കൊണ്ട് ലേറ്റ് ആണ് സത്യം പറഞ്ഞാൽ ഈ ഒരു ഡെലിവറി കാണിക്കുന്നത്, അല്ലെങ്കിൽ ഉറപ്പായിട്ട് ഇന്ന് ഈ ആ ഒരു പ്രോഡക്റ്റ് അൺബോക്സിംഗ് വരേണ്ടായിരുന്നു. എന്തായാലും 1799 രൂപ സ്പെഷ്യൽ ലോഞ്ച് ഓഫറിൽ ഇറങ്ങിയ പ്രോഡക്റ്റിന് ഇപ്പോൾ അതിൻ്റെ വില എന്ന് പറയുന്നത് 1999 രൂപയാണ്. ഇതും ഇവിടെ പറയാനുള്ളത് ഇവരുടെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ പോയി നോക്കിക്കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നു ഈ ഒരു ബഡ്സ് 102 പ്രോ എന്ന് പറയുന്നത് 1799 രൂപ തന്നെയാണ് തോന്നുന്നത്. പിന്നെ നോയ്സിൻ്റെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ ചെറിയൊരു ഡ്രോബാക്ക് എന്ന് പറയുന്നത് അവിടെ റിട്ടേൺ പോളിസി ഇല്ല എന്നാണ്. ഇനി അതുണ്ടെങ്കിൽ നിങ്ങൾ ജസ്റ്റ് ഒന്ന് കമൻ്റ് ആയിട്ട് ഇടുക. ഇനി ഓപ്പോയിലേക്ക് ആണെങ്കിൽ എൻകോ ബഡ്സ് 1799 പ്രോഡക്റ്റ് 1699 കാണാൻ പറ്റുന്നുണ്ട്. കൂടാതെ എൻകോ ബഡ്സ് 2 2199 പ്രോഡക്റ്റ് നമുക്കിപ്പോൾ 1799 കാണാൻ പറ്റുന്നു. കഴിഞ്ഞ പ്രാവശ്യം അത് 1999. അപ്പോൾ അങ്ങനെ വെച്ച് നോക്കുമ്പോഴത്തേക്ക് ഇത് വില കുറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഈ ഒരു എൻകോ ബഡ്സ് 2 എന്ന് പറയുന്നത് 1799 നോർമൽ റേറ്റ് പണ്ട്. ഇനി എൻകോ എയർ 2 2499 പ്രോഡക്റ്റ് 2299 നമുക്ക് ലഭ്യമാകുന്നു. ഡിഫൈയിലേക്ക് വരുവാണെങ്കിൽ ഗ്രാവിറ്റി C 1399 നോർമൽ റേറ്റ് ആണ്, ആ റേറ്റിനാണ്. കൂടാതെ ഗ്രാവിറ്റി ടർബോ 1299 നോർമൽ റേറ്റിൽ കാണുന്നത്, എന്നാൽ ഇപ്പോൾ അത് വൈറ്റ് കളറിന് 1039 ബ്ലാക്കിന് 1099 രൂപയാണ് നമുക്കിപ്പോൾ കാണാൻ പറ്റുന്നത്. കൂടാതെ OnePlusലേക്ക് വരുവാണെങ്കിൽ നോട്ട് ബഡ്സ് C 1899 പ്രോഡക്റ്റ് 1999 മാറിയിട്ടുണ്ട്. കൂടാതെ നോട്ട് ബഡ്സ് 2499 പ്രോഡക്റ്റ് 2000 ആ സെയിം റേറ്റ് തന്നെയാണ്. സോ അവിടെയും കൂടുതലായിട്ട് അങ്ങോട്ട് പറയാനായിട്ടില്ല. കൂടാതെ വിങ്സിലേക്ക് വരുവാണെങ്കിൽ ഫാൻറ്റം 250 999 പ്രോഡക്റ്റ് സെയിം റേറ്റ്. 550 1499 പ്രോഡക്റ്റ് 999. കഴിഞ്ഞ പ്രാവശ്യം അത് 1199 ആയിരുന്നു. ഇനി ഫാൻറ്റം 200 999 പ്രോഡക്റ്റ് 1099 ഫാൻറ്റം 500 1199 പ്രോഡക്റ്റ് 1000 ആ സെയിം റേറ്റിനാണ്. കൂടാതെ ഫാൻറ്റം 850 നമ്മുടെ ചാനലിൽ ഓൾറെഡി അൺബോക്സ് ചെയ്ത സാധനമാണ്. എനിക്ക് പേഴ്സണലി കുറച്ച് ഇഷ്ടപ്പെട്ട ഒരു സാധനമാണ്. കാരണം ബജറ്റാണ്. 1399 ഉണ്ടോ എന്ന് അറിയത്തില്ല, പക്ഷേ 1000 രൂപയ്ക്ക് വാങ്ങിക്കുകയാണെങ്കിൽ ഉറപ്പായിട്ട് നല്ലൊരു പ്രോഡക്റ്റാണ്. നോർമൽ റേറ്റ് എന്ന് പറയുന്നത് 1499 രൂപയാണ്. ഇനി ട്രൂക്കിലേക്ക് വരണമെങ്കിൽ എയർബഡ്സ് ലൈറ്റ് 899 പ്രോഡക്റ്റ് 999 ആയിട്ടുണ്ട്. ബഡ്സ് S1 1299 പ്രോഡക്റ്റ് സെയിം റേറ്റ് ആയിട്ടുണ്ട്. Q1 1069 സാധനം 1199. F1 899 799 ആയിട്ടുണ്ട്. BTG1 1299 പ്രോഡക്റ്റ് 1099. BTG3 1099 1199 ആയിട്ടുണ്ട്. ബഡ്സ് പ്രോ 1499 സെയിം റേറ്റ്. ബഡ്സ് S2 1199 സെയിം റേറ്റ്. S2 ലൈറ്റ് 999 899 ആയിട്ടുണ്ട്. എയർബഡ്സ് 1099 സെയിം
സെയിം റേറ്റ്. BTG ആൽഫ 1099 അവിടെ കുറഞ്ഞിട്ടുണ്ട്, 799 മാറിയിട്ടുണ്ട്. BTG X1 1299 സെയിം റേറ്റ്. BTG ബീറ്റ 999 പ്രോഡക്റ്റ് സെയിം റേറ്റ്. BTG ബീറ്റയെ കഴിഞ്ഞ ബിഗ് സേവിംഗ് ഡേയ്സിൽ നമുക്ക് 899 രൂപയ്ക്ക് കാണാൻ പറ്റിയെന്നുള്ളതാണ് ഒരു പ്രത്യേകതയായിട്ടുണ്ടായിരുന്നത്. എന്ന് വെച്ചാൽ സ്പെഷ്യൽ ലോഞ്ച് ഓഫർ അങ്ങ് ഇറങ്ങിയുള്ളായിരുന്നു, അപ്പോഴത്തേക്ക് 100 രൂപ കുറച്ചായിരുന്നു. പക്ഷേ ഇപ്പോൾ അതിന് 999 മാറിയിട്ടുണ്ട്. അപ്പോൾ ഇത്രയാണ് എന്തായാലും ഈ ഒരു ബിഗ് ബജറ്റ് ധമാലിൽ നമുക്ക് എന്താ പറയുക ഓഫർ സമയത്ത് കാശ് കൂടിയ കുറച്ച് പ്രോഡക്റ്റുകൾ എന്ന് പറയാം. കാരണം വെച്ചാൽ എല്ലാം തന്നെ ഓൾമോസ്റ്റ് എല്ലാം നോർമൽ റേറ്റ് ഉണ്ടായതിനേക്കാളും വില കൂടിയെന്നേ പറയാൻ പറ്റുള്ളൂ. അല്ലാണ്ട് ഒരിക്കലും ഇതൊന്നും തന്നെ നമുക്ക് ഭയങ്കര വർത്ത് ബൈങ്ങൊന്നും പറയാൻ പറ്റത്തില്ല. സോ ഈ ഒരു വീഡിയോയിലൂടെ നിങ്ങൾക്ക് ആ ഒരു ഫ്ലിപ്കാർട്ടിൻ്റെ ചെറിയൊരു എന്താ പറയുക നമ്മളെ ആളെ പറ്റിക്കുന്ന ഒരു പരിപാടി മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. എന്തായാലും ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഉറപ്പായിട്ട് നമ്മുടെ ഫാമിലിയായിട്ടും ഫ്രണ്ട്സുമായിട്ട് ജസ്റ്റ് ഷെയർ ചെയ്യുക. കൂടാതെ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കണ്ട. ഇനി ഫാമിലിയായിട്ടും ഫ്രണ്ട്സുമായിട്ട് ഷെയർ ചെയ്തെങ്കിൽ നിങ്ങൾ ഫ്രണ്ട്സിൻ്റെ അടുത്തൊക്കെ പറയാം വാങ്ങിക്കാൻ ഉദ്ദേശിക്കുന്നെങ്കിൽ ഇപ്പോൾ നിങ്ങൾ വാങ്ങിക്കരുതെന്നുള്ളത്, കാരണം വರ್ತല്ല. അപ്പോൾ ഈ ഒരു വീഡിയോ ഞാൻ ഇവിടെ വെച്ച് കൺക്ലൂഡ് ചെയ്യുന്നു. എന്തായാലും മറ്റൊരു വീഡിയോ കാണുമ്പോഴേക്കും ബൈ.